രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതു വിധേനയും കുരുക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ജാമ്യം കിട്ടിയതിൽ അവർ വിറളി പൂണ്ട് ഉടൻ തന്നെ അടുത്ത നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. ജാമ്യം റദ്ദാക്കണം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ച ശരിയായില്ല, അതുകൊണ്ട് തന്നെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഒരു ജനപ്രതിനിധിക്ക് എതിരെ ലൈംഗിക പീഡനം പോലെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും വസ്തുതകൾ പൂർണ്ണമായി പരിഗണിക്കാതെയാണ് ജാമ്യം അനുവദിച്ചത് എന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. സമൂഹത്തിൽ മാതൃകാപരമായി പെരുമാറേണ്ട ഒരു MLA-ക്കെതിരെയാണ് പരാതി. ഈ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന നിലപാടിലാണ് സർക്കാർ. എന്നാൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയും മറ്റ് തെളിവുകളും രാഹുലിനെതിരെയാണ്. ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും രക്ഷപ്പെടാൻ കരഞ്ഞു കാലു പിടിച്ചിട്ടും അതിജീവിതയെ ആക്രമിക്കുകയും ചെയ്തുവെന്ന മൊഴിയിൽ പറയുന്നു. രാഹുലിനെതിരെ ബലാത്സംഗം, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം, ഭീഷണിപ്പെടുത്തൽ, തട്ടിക്കൊണ്ടുപോക്കൽ അടക്കം ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ജാമ്യം ലഭിച്ചാൽ പ്രതി കേസിന്റെ അന്വേഷണത്തെയും സാക്ഷികളെയും സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ സാധ്യതയുണ്ട്. ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും സർക്കാർ കോടതിയെ അറിയിക്കും. സെഷൻസ് കോടതിയുടെ ജാമ്യം ഉണ്ട്. ഉപാധികൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉപാധികളോട് കൂടിയുള്ള മുൻകൂർ ജാമ്യം അനുവദിച്ചത്. രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ഉടൻ ജാമ്യത്തിൽ വിടണം, അന്വേഷണവുമായി സഹകരിക്കണം, എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിട്ടു പോകരുത് എന്നും നിർദ്ദേശമുണ്ട്. ജാമ്യം ലഭിച്ചതോടുകൂടി ദിവസങ്ങളായി ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കോടതി ഉത്തരവിന്റെ പകർപ്പ് പുറത്ത്. ക്രൂരമായ ബലാത്സംഗം നടന്നെന്ന യുവതിയുടെ മൊഴി അടക്കമുള്ള പോലീസ് റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചുവെങ്കിലും പരാതിയിലെ വൈരുദ്ധ്യങ്ങളും തെളിവുകളുടെ അഭാവവും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാൻ പ്രഥമ ദൃഷ്ടിയ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. പരാതി നൽകുന്നതിലെ കാലതാമസവും FIR-ലെയും മൊഴിയിലെയും വൈരുദ്ധ്യവും കോടതി ചൂണ്ടിക്കാട്ടി. ആരോപിക്കപ്പെട്ട പരാതി അതീവ ഗൗരവതരം. സമ്മർദ്ദം സാധ്യത തള്ളിക്കളയാനാവില്ല. പരാതി വൈകിയതിലെ കാരണത്തിലും വൈരുദ്ധ്യമുണ്ട്. പോലീസ് പരാതി നൽകാതെ KPCC പ്രസിഡന്റിന് നൽകിയതും കോടതി എടുത്തു പറഞ്ഞു. FIR രജിസ്റ്റർ ചെയ്ത ശേഷമാണ് മൊഴി എടുത്തത് എന്നും ചൂണ്ടിക്കാട്ടി. ഹാജരാക്കിയ ചാറ്റുകൾ ആരോപണം തെളിയിക്കുന്നതല്ല എന്നും കോടതി പറഞ്ഞു. ക്രൂര ബലാത്സംഗത്തിന് ശേഷവും അതിജീവിത വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു എന്നും കോടതി നിരീക്ഷണത്തിൽ വരുന്നുണ്ട്. എന്തായാലും പരാതി വൈകിയതുമായി ബന്ധപ്പെട്ട് പ്രഥമദൃഷ്ട്യാ ബലാത്സംഗത്തിന് തെളിവില്ലാത്തതുമാണ് ജാമ്യത്തിന് കാരണമായത്. കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ: പരാതിക്കാരുടെ മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി കണ്ടെത്തി. KPCCക്ക് നൽകിയ പരാതിയിൽ സ്വകാര്യതയും ഭാവിയും നശിക്കുമെന്ന ഭയമാണ് കാരണം എന്ന് പറയുമ്പോൾ പോലീസ് നൽകിയ മൊഴിയിൽ രാഹുൽ വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ചതാണ് വൈകാൻ കാരണമെന്ന് പറയുന്നു. ബലാത്സംഗ കുറ്റം തെളിയിക്കാൻ സാധിക്കുന്ന പ്രഥമദൃഷ്ട്യാ രേഖകൾ ഒന്നും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കി. അതുപോലെ തന്നെ പോലീസിൽ പരാതി നൽകാതെ 2 വർഷത്തിലധികം വൈകി KPCC പ്രസിഡന്റിന് പരാതി നൽകിയതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. പരാതി നൽകിയത് സമ്മർദ്ദത്തെ തുടർന്നാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നും വിധിയിൽ പറയുന്നു. യുവതി പോലീസിൽ പരാതി നൽകുന്നതിന് മുൻപ് തന്നെ ക്രൈംബ്രാഞ്ച് വിവരം ശേഖരിച്ച് എന്നതിനെ സംശയിക്കുന്നുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ സംഭവത്തിന് ശേഷവും യുവതിയും രാഹുലും തമ്മിൽ സമൂഹ മാധ്യമങ്ങൾ വഴിയും ഫോൺ വഴിയും ബന്ധം തുടർന്നുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹസന്നദ്ധ അറിയിച്ചിരുന്നുവെന്ന് യുവതിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ്. ജാമ്യ വ്യവസ്ഥകളും തുടർ നടപടികളും രാഹുലിന് ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടൻ കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവുകൾ നശിപ്പിക്കരുത്, അന്വേഷണവുമായി സഹകരിക്കണം, എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാക്കണം. ഈ മാസം 15-ന് രാഹുലിന്റെ കേസിൽ കോടതി വിശദമായ വാദം കേൾക്കും. കഴിഞ്ഞ 2 ആഴ്ചയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിരുന്നു. സന്ദീപ് വാര്യർക്കും ആശ്വാസമാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നത്.